അസുരവിത്ത് എന്ന നോവലിൻ്റെ 57-ാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോ ഭാഗങ്ങൾ ദിവസവും മുടങ്ങാതെ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ലോനപ്പൻ ഏർപ്പാടാക്കിയ ആളിൽ നിന്ന് വാങ്ങിയപ്പോൾ നേരത്തെ കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പണം കൊടുക്കേണ്ടി വന്നു. കൂടുതലായി കൊടുക്കേണ്ടി വന്നത് ആരുടെയെങ്കിലും കമ്മീഷനാണോ എന്നറിയില്ല. ലോനപ്പൻ ഏതായാലും തൻ്റെ അടുത്തു നിന്നും കമ്മീഷൻ എടുക്കും എന്ന് തോന്നുന്നില്ല. അവനെടുത്താലും അങ്ങോട്ട് എടുക്കട്ടെ. ഇപ്പോൾ തനിക്ക് തൽക്കാലം കാര്യം നടക്കണം. കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകും. ലാഭമല്ലേ കുറച്ച് കുറയുകയുള്ളൂ. സാരമില്ല, ഒരുത്തൻ പോയാലും കാര്യങ്ങൾ നടക്കണ്ടേ. ലാഭത്തിൽ വരുന്ന കുറവ് മെല്ലെ പരിഹരിക്കാം. കടയിലെ കച്ചവടം ചെറിയാച്ചൻ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ കൂടുതൽ കുറഞ്ഞുപോയി. വല്ലപ്പോഴും 1-2 പാർട്ടികൾ വന്നാലായി. ആ വരുന്നവരുടെ കാര്യം പോലും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കടയിലുള്ളവർക്ക് കഴിയുന്നുമില്ല. ഇത്ര കാലത്തെ പരിചയമുണ്ടായിട്ടും ഒരുത്തനെക്കൊണ്ടും അത് നന്നായി സാധിക്കുന്നില്ല. സോജന് പകരം അവിടെ ഒരാളെ നിയമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന കാര്യം ചെറിയാച്ചന് നന്നായി ബോധ്യപ്പെട്ടു. എന്നാൽ അയാൾ അതിനായി നടത്തിയ അന്വേഷണങ്ങളൊന്നും വിജയം കണ്ടില്ല. നിലവിൽ പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിരുന്നവരെ സമീപിച്ച് ഉയർന്ന പ്രതിഫലവും വാഗ്ദാനം ചെയ്തു. എങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇറക്കിവിടാനല്ലേ എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. സോജനെ ഒരിടത്തു നിന്നും കൊണ്ടുവന്നതും നോട്ടീസ് പോലും കൊടുക്കാതെ ഇറക്കിവിട്ടതും അവർക്കറിയാം. അത്രയും ആത്മാർത്ഥമായി നിന്നിരുന്ന ഒരാളെ മുൻപേ വിവരം അറിയിക്കുക പോലും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഇറക്കിവിട്ട മുതലാളി എന്ന പേരുദോഷമാണ് ഇപ്പോൾ ചെറിയാച്ചന്. അത് മാനന്തവാടിയിൽ മൊത്തമായി ഇപ്പോൾ പരക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണത്തെപ്പറ്റി ഒന്നും ആരും അന്വേഷിക്കുന്നില്ല. ആർക്കും അത് അറിയുകയും വേണ്ട. ജ്വല്ലറി തന്നെ നിർത്തിക്കളയേണ്ടി വരും എന്ന സാഹചര്യത്തിൽ കോഴിക്കോട് നിന്നും ലോനപ്പൻ്റെ പരിചയത്തിലുള്ള ഒരാളെ ജ്വല്ലറിയിലെ മാനേജരായി നിയമിക്കാൻ അയാൾ ശുപാർശ ചെയ്തു. ലോനപ്പൻ ശുപാർശ ചെയ്താൽ പിന്നെ ചെറിയാച്ചന് മറ്റൊരു അഭിപ്രായമില്ലല്ലോ. കൂടുതലൊന്നും അന്വേഷിക്കാതെ തന്നെ അയാളെ ജ്വല്ലറിയിൽ നിയമിക്കുകയും ചെയ്തു. ഏതായാലും ഈ രംഗത്ത് പരിചയമുള്ളയാളാണ് എന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി. ആത്മാർത്ഥത എന്തുമാത്രമുണ്ട് എന്നൊന്നും ഒരു ദിവസം കൊണ്ട് വിലയിരുത്താൻ കഴിയില്ലല്ലോ. അയാളുടെ പേര് പ്രദീപ് എന്നാണ്. കാണാനും സുന്ദരനാണ്. നല്ല പെരുമാറ്റവുമാണ്. പ്രദീപ് കടയിൽ വന്നതോടെ വരുന്ന പാർട്ടികളെയെങ്കിലും കൃത്യമായി ആവശ്യങ്ങൾ അറിഞ്ഞ് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. എന്നാലും ആകെ കച്ചവടം വല്ലാതെ കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ സമയത്തുണ്ടായിരുന്നതിൻ്റെ നേർപകുതിയായി പോയി. കച്ചവടം വർദ്ധിപ്പിക്കാൻ അയാൾ നടത്തിയ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. സോജൻ ചെന്നെത്തിയ ഉടനെ തന്നെ അപർണ ജ്വല്ലറിയുടെ പരസ്യം വളരെ ഭംഗിയായി തയ്യാറാക്കി നാടിൻ്റെ മുക്കിലും മൂലയിലും സ്ഥാപിച്ചു. അതുകൂടി ചെയ്തതോടെ അവിടെ കച്ചവടം ഇരട്ടിയായി. മാത്രവുമല്ല, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നിടത്ത് വർദ്ധിച്ച വില കൊടുക്കേണ്ടി വന്നതും ഇല്ലാതെയായി. അതൊക്കെ അടുപ്പത്തിൻ്റെ പുറത്ത് മാറി മറിയുന്ന കാര്യങ്ങളാണല്ലോ. സോജൻ്റെ കെയർ ഓഫിൽ തന്നെ നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥലത്തു നിന്നുമാണ് ഇപ്പോൾ അപർണ ജ്വല്ലറിയിലേക്ക് വാങ്ങുന്നത്. ആ വകയിലും കുറച്ചുകൂടി അപർണ ജ്വല്ലറിക്ക് ലാഭമായി. റിൻസി വീട്ടുതടങ്കലിലായ വിവരം സോജന് അറിയാൻ കഴിഞ്ഞു. അവളുടെ പഠനം നിർത്തി എന്നതും അറിയാൻ കഴിഞ്ഞു. പുറമേ നിന്നും അറിയാത്ത ആർക്കും ഇപ്പോൾ അവളെ കാണാൻ അനുവാദമില്ല. ആരെങ്കിലും ഇനി അഥവാ ചെന്നാൽ തന്നെ അക്കാമ്മയുടെ സാന്നിധ്യത്തിൽ മാത്രം അവരോട് സംസാരിക്കാം. അവരവിടെ ഇരിക്കുന്ന അത്രയും സമയം അക്കാമ്മയും ഇരിക്കും.
അങ്ങനെ അവിടെ തന്നെ നിന്നുകൊള്ളണമെന്നാണ് ചെറിയാച്ചൻ്റെ ഉത്തരവ്. അതനുസരിക്കാതിരിക്കാൻ അക്കാമ്മയെന്ന ഉത്തമയായ ഭാര്യയ്ക്ക് സാധിക്കില്ലല്ലോ. റിൻസി വീടിന് പുറത്തിറങ്ങുന്നത് ആകെ ഞായറാഴ്ച പള്ളിയിൽ പോകാനാണ്. അത് ചെറിയാച്ചനും മറ്റും പോകുന്ന സമയത്ത് തന്നെ അവരുടെ കൂടെ തന്നെ പോയിക്കോണം. അവരുടെ കൂടെ തന്നെ തിരിച്ചു വന്നുകൊള്ളുകയും വേണം. പള്ളിമുറ്റത്ത് നിന്നും ആരെയും കാണാനോ വർത്തമാനം പറയാനോ ഒന്നുമുള്ള അനുവാദം കൊടുത്തിരുന്നില്ല. നേരത്തെ കൂട്ടുകാരിയായി ഉണ്ടായിരുന്ന ആൻസി പഠിക്കുന്നത് ഇപ്പോൾ കുറച്ച് അകലെ ആയതുകൊണ്ട് അവളെ പള്ളിയിൽ കാണാറുമില്ല. അവളോട് വേണമെങ്കിൽ സംസാരിക്കാൻ അനുവാദമുണ്ട്. ഈ വീട്ടുതടങ്കൽ വിവരം വളരെ രഹസ്യമായി വച്ചിരുന്നു. ആരും അറിയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആളുകൾ നമ്മുടെ നാട്ടുകാരല്ലേ. നമ്മുടെ നാട്ടുകാരുടെ അന്വേഷണ കൗതുകം കൊണ്ട് അവരിൽ ചിലർക്കൊക്കെ ചെറിയ സംശയം തോന്നി തുടങ്ങി. ഒരാൾ ഒരു ദിവസം അക്കാമ്മയോട് ചോദിക്കുകയും ചെയ്തു, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചല്ലായിരുന്നോ റിൻസി? പിന്നെന്തിനാ അക്കാമ്മ അവളുടെ പഠിത്തം നിർത്തിയത്? നിർത്തിയതാണോ അവൾ തന്നെ വേണ്ടെന്ന് വെച്ചതാണോ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അത് വിചാരിക്കാമായിരുന്നു. അതോ ഇനി കല്യാണമൊക്കെ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ മറ്റോ ചെയ്തോ? എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോരുത്തർക്ക് അറിയേണ്ടത്. അവരവരുടെ കാര്യം നോക്കാൻ തന്നെ സമയമില്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ടിപ്പോൾ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയുകയും വേണം. അതും ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അറിഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനാണ് ഭയങ്കര തിരക്ക്. അതിനുവേണ്ടി വേണമെങ്കിൽ ഈ ഒരു ദിവസം മുഴുവൻ ചെലവാക്കും. ഇതുങ്ങളോടൊക്കെ എന്തു പറയും? അവൾക്കെങ്ങും പഠിക്കാൻ താല്പര്യമില്ല സാറാമ്മേ. ഉന്തിത്തള്ളിയായിരുന്നു ഇത്രയും കാലം കോളേജിൽ പറഞ്ഞു വിട്ടത്. ഇപ്പോൾ അവൾ ഒറ്റത്തരം തീരുമാനം, ഇനി മേലാൽ കോളേജിൽ പോകുന്നില്ല എന്ന്. തല്ലിച്ചതച്ച് പറഞ്ഞു വിടാനൊക്കുമോ? കൊച്ചല്ലല്ലോ. ഇവളുടെ അനിയൻ റിജുവിനെ ആണെങ്കിൽ പിന്നെയും വഴക്ക് പറഞ്ഞു വിടാമെന്ന് വിചാരിക്കാം. ഇവളെ അങ്ങനെ കഴിയില്ലല്ലോ. ആ പറഞ്ഞത് ശരിയാണെന്ന് സാറാമ്മച്ചേടത്തിക്ക് കൂടി തോന്നണമല്ലോ. അല്ലെങ്കിൽ തന്നെ അല്പം സംശയദൃഷ്ടിയാണ് അവർ. അതിനു പുറമെ ഈ പകുതി വഴിക്ക് കൊണ്ടുവന്ന് പഠനം നിർത്തിയതല്ലേ. അക്കാമ്മ തന്നെ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നുമല്ല സാറാമ്മ. അവർ ചിന്തിച്ചു, എന്തോ കുഴപ്പമുണ്ട്. അത് പുറത്ത് പറയാതിരിക്കാനുള്ള പണിയാണ് പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നത്. എന്നാലും ഈ 2ാം വർഷം പോകാൻ തുടങ്ങിയിട്ട് പിന്നെ പകുതി കാലമാകുന്നതിന് മുമ്പേ അത് നിർത്തിയതാണ് കൊച്ചേ എനിക്ക് മനസ്സിലാകാത്തത്. അവളൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തുമെന്ന് കരുതിയതാണ്. അത് സ്വപ്നം കണ്ടിരുന്നതാ ഞാനൊക്കെ. നമ്മുടെ മക്കളോ പഠിക്കുകയില്ല. എന്നാൽ പഠിക്കുന്നതുങ്ങളെങ്കിലും നല്ല നിലയിൽ എത്തിക്കാണാനാ ആശിച്ചത്. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കില്ലല്ലോ. അതെ, കുനിഷ്ടത്തിയെന്നും അസൂയക്കാരിയെന്നുമൊക്കെ വിളിക്കുന്ന സാറാമ്മയല്ലേ മറ്റുള്ളവർ നന്നാകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ആ പേര് വന്നത്. ഏത് വീട്ടിൽ എന്തു പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം സാറാമ്മയ്ക്ക് അറിയണം. അവർ എങ്ങനെയെങ്കിലും അറിയുകയും ചെയ്യും. അങ്ങനെ ഇല്ലാത്തിടത്താണെങ്കിലും എന്തെങ്കിലും കിൽപ്പിത്തിരി ഉണ്ടാക്കാമോ എന്നവർ പ്രത്യേകം നോക്കും. മനുഷ്യൻ ഒന്ന് ആശിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു എന്നല്ലേ ചേടത്തി വചനം പറയാറ്. പിന്നെ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നടന്നില്ല എന്നോർത്ത് വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങേര് വിധിക്കട്ടെ, അതനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെന്നേ. നമുക്കതിനനുസരിച്ച് നിന്നു കൊടുക്കാം. അത്രയല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഇനിയും കൂടുതൽ സമയം നിന്ന് വർത്തമാനം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും സംശയത്തിനുള്ള വക വീണ് കിട്ടിയെങ്കിലോ? പിന്നെ അതിൽ പിടിച്ച് കയറിക്കോളും സാറാമ്മ ചേടത്തി. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട. റിൻസി ആണെങ്കിൽ നേരത്തെ പോകാൻ വേണ്ടി കുറേ മുൻപിൽ കയറി നിന്നതുമാണ്. അവളെ ശ്രദ്ധിക്കുകയും വേണം. ആ സമയത്ത് ചേടത്തിയോട് മറുപടി പറയുകയും ചെയ്യണം എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഏതായാലും അതൊരു തരത്തിൽ ഒഴിവാക്കിയെടുത്തു. ഇനി അടുത്ത ഞായറാഴ്ചയെ പേടിക്കാനുള്ളൂ.
കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും റിൻസിയുടെ പഠിത്തം നിർത്തിയ വിവരവും അവളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന വിവരവും നാട്ടിലെല്ലാവരും അറിയുകയും ചെയ്തു. അതിന് കാതലായ എന്തോ കാരണമുണ്ട് എന്ന രീതിയിൽ എല്ലാവരും പറഞ്ഞു നടക്കുകയും ചെയ്യാൻ തുടങ്ങി. ചോദിച്ചവരോടെല്ലാം അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് മാത്രമാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. അത് ആർക്കും വിശ്വാസമായില്ല. അതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് റിൻസി. പള്ളിയിലാണെങ്കിലും അവൾക്ക് കുറേ കൂട്ടുകാരികളുണ്ടായിരുന്നു. ആത്മാർത്ഥ സുഹൃത്തായി ആൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അല്ലാതെയും കുറേ സമപ്രായക്കാരികൾ കൂട്ടുകാരികളായി ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നും പഠിക്കാൻ പോകുന്നവരല്ല. പള്ളിയിലെ യൂത്ത് കാര്യങ്ങൾക്കെല്ലാം പങ്കെടുത്തിരുന്നതും മത്സരിച്ചിരുന്നതുമൊക്കെയാണ് റിൻസി. ഈ വർഷം ഒന്നിനും നിന്നില്ല. എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. അതൊക്കെയാണ് സംശയത്തിന് മറ്റൊരു കാരണം. കൂടുതൽ അടുപ്പമുള്ള ചിലരെങ്കിലുമൊക്കെ ചെറിയാച്ചനോട് ഇക്കാര്യം ചോദിച്ചു. അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്ന രീതിയിൽ അല്പം കടുപ്പിച്ച് തന്നെ അയാൾ മറുപടി പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് ആരും ചോദിക്കാൻ നിന്നില്ല. എന്നാൽ അങ്ങനെ പറയാൻ കഴിയാത്ത ഒരാൾ ഒരിക്കൽ ചെറിയാച്ചനോട് ഇക്കാര്യം ചോദിച്ചു. അപ്പോൾ മാത്രം ചെറിയാച്ചൻ അല്പം വിഷമിക്കുകയും ചെയ്തു. അത് ഇടവകയിലെ വികാരിയച്ഛനായിരുന്നു. അങ്ങേരോട് നുണ പറയാനും പറ്റില്ല. നുണ പറഞ്ഞാൽ മുഖഭാവം കൊണ്ട് കണ്ടുപിടിക്കാൻ മാത്രമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് നുണ പറയാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛനോടായതുകൊണ്ട് വിശ്വസിച്ച് കാര്യം പറയാമെന്ന് അയാൾ വിചാരിച്ചു. അവൾക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമില്ല എന്നതാണ് പ്രധാന കാരണം. ഇക്കൊല്ലം ആദ്യം അവൾ അത് പറഞ്ഞില്ല. ഇപ്പോൾ എന്തുകൊണ്ടോ അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. കാരണം പല വട്ടം ചോദിച്ചെങ്കിലും അന്നൊന്നും അവൾ കാര്യം പറഞ്ഞില്ല. അവസാനം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. നമുക്ക് പറ്റാത്ത ഒരു ബന്ധമാണ് ഇപ്പോൾ അവൾ ആലോചിച്ചു വരുന്നത്. അത് അങ്ങനെ അങ്ങ് മുന്നോട്ട് വിടാൻ പറ്റില്ലല്ലോ അച്ഛാ. നമ്മുടെ കൂട്ടത്തിൽ നിന്നുമുള്ളത് അല്ലായിരിക്കും അല്ലേ? കൂട്ടത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിലവിലുള്ള സ്ഥിതിയൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചോദിക്കാതെ പറയുന്ന അഭിപ്രായം വിലവയ്ക്കണമെന്നില്ല. കണ്ടോ, അവിടെയും അവസാനം കൊണ്ടുവന്ന് തനിക്കിട്ട് കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്കൊക്കെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദ്യം. നമ്മുടെ കൂട്ടത്തിലുള്ളതൊക്കെ തന്നെയാണ്. എന്നാൽ കാൽ കാശിന് വകയില്ലാത്തവരാണ്. സ്വഭാവവും അത്രയൊന്നും മെച്ചമല്ല. എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിനെതിര് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൾ പഠിക്കാൻ പോകുന്നില്ല എന്നൊരു വാശിയും പറഞ്ഞു. അങ്ങനെ പോകുന്നില്ലെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിരുത്തിയിരിക്കുകയാണ്. തോന്നുമ്പോൾ പോകട്ടെ. അങ്ങനെ എപ്പോഴെങ്കിലും പോകാൻ കഴിയുമോ? അത്ര കാലത്തെ ഹാജരെല്ലാം കിട്ടുമോ? കൃത്യമായി ഹാജരില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ കഴിയില്ലല്ലോ. അതല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ആ കാര്യങ്ങൾ ആലോചിക്കണം കേട്ടോ. വെറുതെ കൊച്ചിൻ്റെ ഭാവി കളയാൻ ഇടവരുത്താതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവളുടെ നല്ല ഭാവിക്ക് വേണ്ട കാര്യം പറയുമ്പോൾ അവൾക്ക് സമ്മതമില്ലാത്തത് കൊണ്ടാണ് അവൾക്ക് ഈ അവസ്ഥ വന്നത് എന്ന വിവരം അതേപടി തന്നെ അച്ഛനോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതിന് വേണ്ടത് ചെയ്യാം അച്ചോ. അല്ലെങ്കിൽ തന്നെ അവളുടെ ഭാവിയുടെ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലാതിരിക്കുമോ? മറ്റാരേക്കാളും കൂടുതൽ ആകാംക്ഷ എനിക്കായിരിക്കുമല്ലോ. അങ്ങനെ ആയിരിക്കുകയും വേണമല്ലോ. അക്കാര്യത്തെപ്പറ്റി ഒന്നും തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയെല്ലാം കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടു നടക്കാൻ അറിയാവുന്ന ആളിന് ബാക്കി ഇനി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയാണോ അറിയാത്തത്? വെറുതെ ഒരു സൂചന തരാനുള്ള കടമയേ എനിക്കുള്ളൂ. അത് ഞാനങ്ങ് ചെയ്തു എന്ന് മാത്രം. ആലോചിച്ച് വേണ്ടത് ചെയ്തു. മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യരുത് എന്ന് മാത്രം. അത്രയും മാത്രമാണ് എനിക്ക് എന്നും എല്ലാവരോടും പറയാനുള്ളത്. അതുതന്നെ ഞാൻ ചെറിയാച്ചനോടും പറയുന്നു എന്ന് മാത്രം. താൻ പറയാതെ തന്നെ യഥാർത്ഥ കാര്യം മനസ്സിലാക്കി വെച്ചതിൻ്റെ ലക്ഷണമാണല്ലോ
ആ മനസാക്ഷിക്കനുസരിച്ച് മാത്രമേ ചെയ്യാവൂ എന്ന ഉപദേശം. കാര്യം നേടുക എന്ന കാര്യത്തിൽ ചെറിയാച്ചന് എന്ത് മനസാക്ഷി? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർക്കണേ. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഓക്കേ.